നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കെ സ്മാർട്ടിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും ഒക്കെ നമുക്ക് പല സേവനങ്ങളും ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അത് രജിസ്റ്റർ ചെയ്യുക, അതേപോലെ തന്നെ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കെ സ്മാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് ഇത് എടുക്കുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ബിൽഡിങ്ങിന്റെ പെർമിറ്റ്, അതേപോലെ തന്നെ നമുക്ക് ടാക്സ് അടയ്ക്കണമെങ്കിൽ ഒക്കെ ഇന്ന് നമുക്ക് പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനിലോ പോയി അടയ്ക്കേണ്ട അവസ്ഥയൊന്നുമില്ല. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നിഷ്പ്രയാസം ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കെ സ്മാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് ആധാർ നമ്പർ വെച്ച് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിൽഡിംഗ് പെർമിറ്റ്, ജനന മരണ സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കും മറ്റ് സേവനങ്ങൾക്കുമായി നമ്മുടെ മൊബൈൽ ഫോണിൽ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അതിനായി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ സർക്കാരിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ മലയാളത്തിലാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലാംഗ്വേജ് വേണമെങ്കിൽ ആദ്യം കാണുന്ന ആ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്താൽ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പം മലയാളത്തിലാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലേക്ക് മാറുന്നതാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ മലയാളത്തിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ മലയാളത്തിൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സേവനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജനന രജിസ്ട്രേഷൻ, വിവാഹ രജിസ്ട്രേഷൻ, മരണ രജിസ്ട്രേഷൻ, കെട്ടിട നിർമ്മാണ പെർമിറ്റ്, വസ്തുനികുതി, വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസ്, പൊതുജന സങ്കട ദൂരീകരണവും പരാതികളും മറ്റു സേവനങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷനുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കിപ്പോൾ ജനന രജിസ്ട്രേഷനാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ജനന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. അതായത് ആദ്യത്തേത് ജനന സർട്ടിഫിക്കറ്റ് ആണ്. ജനന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ജനന സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ നോർമൽ സെർച്ചും സ്മാർട്ട് സെർച്ചും ഉണ്ടാവും. നിങ്ങളുടെ ഡീറ്റെയിലുകൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങളുടെ ജില്ലയും കുറച്ച് കാര്യങ്ങളും ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ജനന തീയതിയും അമ്മയുടെ പേരും ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, തിരയുക എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ജനന രജിസ്ട്രേഷൻ പുതിയത് എടുക്കാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പേര് ചേർക്കലാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ച് നമുക്ക് പേര് ചേർക്കാനാണെങ്കിൽ പേര് ചേർക്കൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ വന്നത് വിവാഹ രജിസ്ട്രേഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വിവാഹ സർട്ടിഫിക്കറ്റുകൾ വേണമെങ്കിൽ അതെടുക്കാം. ഇനി പുതിയത് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ല, വിവാഹ രജിസ്ട്രേഷനിലെ തിരുത്തലുകൾ നടത്താനാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമതായി വരുന്നത് മരണ രജിസ്ട്രേഷൻ ആണ്. അത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിലെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതേപോലെ മരണ രജിസ്ട്രേഷൻ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മരണ രജിസ്ട്രേഷൻ പരിശീലന വീഡിയോകൾ കാണണമെങ്കിൽ അത് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്.
ഇനി നാലാമതായി കെട്ടിട നിർമ്മാണ പെർമിറ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പെർമിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. ഓരോ ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിഷ്പ്രയാസം തന്നെ ഇവിടെ തെളിഞ്ഞു വരുന്നതാണ്. ഇനി വസ്തു നികുതിയാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടതെങ്കിൽ അടുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ കെട്ടിട നികുതിക്കുള്ള അപേക്ഷകളും, അതായത് പുതുതായിട്ട് നിങ്ങൾക്ക് കെട്ടിട നികുതിക്ക് അപേക്ഷ നൽകാനൊക്കെ ഇവിടെ സാധിക്കുന്നതാണ്. ആ നികുതി മാറ്റണമെങ്കിൽ, അതായത് നിങ്ങളുടെ വീടിൻ്റെ നികുതി പരിഷ്കരിക്കണമെങ്കിൽ അതിനുള്ള അപേക്ഷ പോലും ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് താഴെ കാണുന്ന നികുതി അടയ്ക്കൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വീടിൻ്റെ നികുതി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കെട്ടിട നികുതി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞ് ഇവിടെ അവർ പറയുന്നുണ്ട്, ഏതൊരു പൗരനും നികുതി ഓൺലൈനായിട്ട് ഇവിടെ അടയ്ക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. നേരെ താഴെ കാണുന്ന അപേക്ഷിക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡ് നമ്പറും വീട്ടു നമ്പറും ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിഷ്പ്രയാസം തന്നെ വീട്ടു നികുതി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും കഴിയുന്നതാണ്. നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറുന്നതെങ്കിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം, എന്നിട്ടേ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന ആ രജിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് രീതിയിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡോക്യുമെൻ്റ് ടൈപ്പ് എന്ന് വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ആധാറും പാൻ കാർഡും ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്ലോഡ് ഫയൽ എന്നുള്ളിടത്തിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് ഗെറ്റ് OTP കൊടുത്ത് നമുക്ക് OTP ഇവിടെ അടിച്ചു കൊടുത്ത് നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ആധാർ നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനായി ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ എൻ്റെ ആധാർ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. OTP സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് ഒരു പോപ്പപ്പ് മുകളിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ OTP വന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് മുകളിൽ സക്സസ് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വന്നിട്ടുണ്ടാകും. നേരെ നമ്മുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ആ ഒരു റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സക്സസ് രജിസ്റ്റർ വിത്ത് ആധാർ എന്ന് പറയുന്നുണ്ട്. ആ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP നമുക്ക് മൊബൈലിൽ വരുന്നതാണ്. ആ വന്നിട്ടുള്ള OTP കോപ്പി ചെയ്യുക. അതിനുശേഷം OTP എന്നുള്ളിടത്ത് നമ്മുടെ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ OTP ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് അമർത്തണം. അപ്പോൾ മുകളിൽ പോപ്പപ്പ് സക്സസ്ഫുൾ കാണിക്കും. താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. താഴെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. അതുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഇമെയിൽ IDയും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് ഒരു പോപ്പപ്പിന് വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽ വെച്ച് ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ടാകും. ഇനി നമ്മൾ ലോഗിൻ അമർത്തുന്നു. സിറ്റിസൺ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സിറ്റിസൺ ആണോ ഓർഗനൈസേഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സിറ്റിസൺ തന്നെയാണ്, അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്തു. മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP കൊടുക്കുന്നു.
അപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാവും, അത് കോപ്പി ചെയ്യുന്നു. അതിവിടെ OTP എന്ന് പറയുന്ന ഈ കോളത്തിൽ അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ കൊടുക്കുന്നു. യുവർ ലോഗിൻ വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ ഫോട്ടോയുടെ താഴെയായി മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ ആധാർ നമ്പർ കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്തത്. അപ്പോൾ ആധാറിലുള്ള ഫുൾ ഡീറ്റെയിലും ഇവിടെ വന്നിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. ഇനി ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ന്യൂ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നതാണ്. അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബർത്ത് സർവീസ്, ഡെത്ത് സർവീസ്, മാരേജ് സർവീസ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സിവിൽ രജിസ്ട്രേഷനിൽ താഴെ പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ബിൽഡിംഗ് പെർമിഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബിൽഡിംഗ് പെർമിഷനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് കംപ്ലയിൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ അവസാനമായി അതേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് വർക്ക് മാനേജ്മെൻറ്റും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഫിനാൻസ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഓപ്ഷനുകളായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇവിടെ ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കാനൊക്കെ കഴിയുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ നമുക്ക് നേരിട്ട് തന്നെ ഓൺലൈനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഈ സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് എല്ലാവരും ഉപയോഗിക്കുക. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ടെക്നിക്കൽ പരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.